നമസ്കാരം. തിരുവനന്തപുരം നഗരസഭയിലെ ബി.ജെ.പി. കൗൺസിലർമാരും മേയറും ഇപ്പോൾ ദില്ലിയിലേക്കുള്ള യാത്രയിലാണ്. ദില്ലിയിൽ അവർക്ക് നിരവധി പരിപാടികളുണ്ട്. പ്രധാനമന്ത്രിയെ കാണുക, പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ പങ്കെടുക്കുക, തിരുവനന്തപുരം നഗരത്തിൻ്റെ വികസന ആവശ്യങ്ങൾ അദ്ദേഹത്തെ അറിയിക്കുക, ഇതെല്ലാമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം. അതോടൊപ്പം തന്നെ കേന്ദ്രമന്ത്രിമാരുമായി കൂടിക്കാഴ്ചകൾ നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ബി.ജെ.പിയുടെ ദേശീയ കാര്യാലയത്തിൽ അവിടെ അതിന് ചടങ്ങുണ്ട്. പല സംസ്ഥാനങ്ങളിലെയും മന്ത്രിമാരും മറ്റുമൊക്കെ ഇവരെ കാണുന്നുണ്ട്, ഇവരെ അനുമോദിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ട്രെയിനിലാണ് യാത്ര. പ്രധാനപ്പെട്ട സ്റ്റേഷനുകളിലെല്ലാം സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് അവർ ഇപ്പോഴും യാത്ര തുടരുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളും വാർത്തകളും എല്ലാം നമ്മൾ ഇന്നലെ കൊടുത്തതാണ്. ഒരു പരിധിവരെ ഇതിനെക്കുറിച്ചുള്ള ചില വിമർശനങ്ങളും ഒക്കെ വരുന്നുണ്ട്. എന്തിനാണ് പണം ചിലവാക്കി ഇങ്ങനെ ഒരു യാത്ര, ദില്ലി വരെ പോകുന്നത് പണം ചിലവാക്കി എന്തിനാണ് യാത്ര ചെയ്യുന്നത്? മുന്നേയുള്ള മേയർമാരും കൗൺസിലർമാരും ഒന്നും ഒരിടത്തോട്ടും യാത്ര ചെയ്തിട്ടില്ലേ എന്ന ചോദ്യം മറുഭാഗത്ത് ഉയരുകയാണ്. എന്തായാലും അതിനോടൊപ്പം തന്നെ മേയർ ക്രോസ് മസാജിങ് ഇവിടെ അവസാനിപ്പിച്ചിരിക്കുന്നു. ക്രോസ് മസാജിങ് അവസാനിപ്പിക്കാൻ മേയർക്ക് എന്ത് യോഗ്യതയാണുള്ളത്? ഇദ്ദേഹം ഒരു സദാചാര പോലീസിംഗ് നടത്തുകയാണോ? ഇങ്ങനെയൊക്കെയുള്ള ചെറിയ വിമർശനങ്ങൾ ചെറിയ ന്യൂനപക്ഷങ്ങളുടെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടാകാറുണ്ട്. ഇത് എന്തുകൊണ്ടാണ്? സത്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ആദ്യം ഈ യാത്രയെക്കുറിച്ച് പറയാം. ഇവരുടെ ഈ യാത്ര അത് വെറുതെ ഒരു യാത്രയല്ല. കാരണം അതിനു മുമ്പ്, യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് കഴിഞ്ഞ ദിവസം 51 ബി.ജെ.പി. വിജയിച്ച 51 വാർഡുകളുടെയും വാർഡ് സഭ പൂർത്തിയാക്കിയിരിക്കുന്നു. അതായത് ജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വാർഡിൻ്റെ വികസന ആവശ്യങ്ങൾ കണ്ടെത്താൻ വേണ്ടി നടത്തുന്ന വാർഡ് സഭ അത് പൂർണ്ണമായും പൂർത്തീകരിച്ചതിന് ശേഷമാണ് ഈ 51 കൗൺസിലർമാരും യാത്രയായിട്ടുള്ളത്. മാത്രമല്ല, ഇടറോഡുകളിൽ ബസ് എത്തിക്കുമെന്ന് പറഞ്ഞ വാഗ്ദാനം, തെരഞ്ഞെടുപ്പ് വാഗ്ദാനം അതിപ്പോൾ പാലിച്ചിരിക്കുകയാണ്. 23 ഇടറോഡുകളിലേക്ക് KSRTCയുടെ ചെറിയ ബസ്സുകൾ നഗരത്തിലെ ജനങ്ങൾക്ക് യാത്രാ സൗകര്യം ഏർപ്പെടുത്തുന്ന ഒരു വലിയ മാറ്റം കൊണ്ടുവന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെ തെരുവ് നായ പ്രശ്നം അത് ശാശ്വതമായി പരിഹരിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഏതാനും ദിവസങ്ങൾ മാത്രമേ ഈ ഒരു ഭരണസമിതിക്ക് പ്രായമായിട്ടുള്ളൂ. ആ ദിവസങ്ങൾ കൊണ്ട് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ഗവേണൻസ് ചെയ്തതിന് ശേഷമാണ്, അല്ലെങ്കിൽ വികസനത്തെക്കുറിച്ചുള്ള കൃത്യമായ കാഴ്ചപ്പാട് ജനങ്ങളിൽ നിന്ന് സ്വീകരിച്ചതിന് ശേഷമാണ് ഇവർ പ്രധാനമന്ത്രിയെ കാണാൻ പോകുന്നത്. മാത്രമല്ല, ഈ സ്പായുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ തിരുവല്ലയിലാണ് ഒരു ഗുണ്ടാ സംഘം അവിടെയുള്ള സ്പാ ജീവനക്കാരിയെ ആക്രമിക്കുന്നത്. തിരുവനന്തപുരം മേയറുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല. അത് തിരുവല്ലയിലല്ലേ, തിരുവനന്തപുരത്തല്ലല്ലോ എന്ന് ഒരു മേയർക്ക് സ്വാഭാവികമായും വിചാരിക്കാമായിരുന്നു. സമാനമായ ഒരു സംഭവം തിരുവനന്തപുരത്തെ സ്പായിലും നടന്നിട്ടുണ്ട് എന്നറിഞ്ഞ മേയർക്ക് അത് പോലീസിൻ്റെ പണിയല്ലേ, സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് മുഖ്യമന്ത്രിയും CPIM അല്ലേ എന്ന് വിചാരിക്കാമായിരുന്നു. അല്ലെങ്കിൽ തനിക്ക് നേരിട്ട് പരാതി ലഭിച്ചില്ലല്ലോ എന്ന് തീരുമാനിക്കാമായിരുന്നു. പക്ഷേ മേയർ അങ്ങനെയല്ല തീരുമാനിച്ചത്. തിരുവല്ലയിൽ നടന്നതുപോലെയുള്ള അനിഷ്ട സംഭവങ്ങൾ ഇവിടെ ഇപ്പോഴും നടക്കുന്നുണ്ടാകാം, ഇനി നടക്കാൻ സാധ്യതയും ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ ഇവിടെ തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന സ്പാകളെ ഒന്ന് നിയന്ത്രിക്കുന്നത് നന്നായിരിക്കും. അതുകൊണ്ട് തന്നെ അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനം നടത്തുന്നു. സ്പാകൾക്ക് കൃത്യമായ മുന്നറിയിപ്പ് നൽകുന്നു. പരാതി ഉയർന്ന സ്പാ അന്ന് രാത്രി തന്നെ പൂട്ടിക്കുന്നു. അതിനുശേഷം ഇന്ന് അദ്ദേഹം ട്രെയിൻ യാത്രയിലായിരിക്കുമ്പോഴും ഇന്നും അദ്ദേഹത്തിൻ്റെ ഓഫീസ് അനധികൃതമായി പ്രവർത്തിക്കുന്ന സ്പാകൾക്കെതിരെ നടപടി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ലൈസൻസ് റദ്ദായ സ്പാകൾ പൂട്ടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അവർക്കൊക്കെ നോട്ടീസ് നൽകിക്കൊണ്ടുമിരിക്കുകയാണ്. കൂടാതെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒരു ആരോപണം കൂടി ഉന്നയിച്ചിരുന്നു. ഇത്തരം സ്പാ കേന്ദ്രങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കുന്നത്, നിയമവിരുദ്ധമായി ഇടപെടുന്നവരിൽ ചില പോലീസുകാർ കൂടിയുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. പോലീസിനോടൊപ്പം ചേർന്നാണ് അദ്ദേഹം നഗരം ക്ലീൻ ആക്കുന്നതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. പക്ഷേ അതിൽ ചില പോലീസുകാർക്കും ഇതിൽ പങ്കുണ്ട് എന്ന് അദ്ദേഹം വെട്ടിത്തുറന്നു പറഞ്ഞു. സാധാരണ രീതിയിൽ ഒരു ബി.ജെ.പി. മേയർ അങ്ങനെ പറഞ്ഞാൽ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന CPM ആണ്. അതുകൊണ്ട് തന്നെ ആഭ്യന്തര വകുപ്പിൽ നിന്ന് വിമർശനം ഉണ്ടായേക്കാം, CPIM നിന്ന് വിമർശനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് വിമർശനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, സഖാക്കൾ ഭരിക്കുന്ന പോലീസ് അസോസിയേഷൻ്റെ ഭാഗത്ത് നിന്നുള്ള വിമർശനം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇവരെല്ലാം നിശബ്ദരായിരുന്നു എന്നുള്ളതാണ്. ഇന്ന് രാവിലെയാണ് പോലീസ് മേധാവി ആ കാര്യം അംഗീകരിച്ചുകൊണ്ട്, മേയർ പറഞ്ഞ കാര്യം അംഗീകരിച്ചുകൊണ്ട് പോലീസിൽ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അവർക്ക് ശിക്ഷ ഉറപ്പാക്കും എന്ന ഒരു പ്രസ്താവന നടത്തിയത്. എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സംവിധാനത്തിൽ പാളിച്ചയുണ്ടായിരുന്നു എന്ന് കണ്ടെത്തുകയാണ്. ആ പാളിച്ച ഇച്ഛാശക്തിയുള്ള ഒരു പൊതുപ്രവർത്തകൻ വിചാരിച്ചാൽ മാറ്റിയെടുക്കാൻ സാധിക്കും എന്നുകൂടി തെളിയിക്കുകയാണ് BV രാജേഷ്. അതായത് സദ്ഭരണത്തിൻ്റെ ചില ഉദാഹരണങ്ങൾ ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് കിട്ടിത്തുടങ്ങി
തുടങ്ങിയിരിക്കുന്നു. കാരണം BJPക്ക് വോട്ട് ചെയ്താൽ BJP വിജയിക്കുമോ എന്ന ശങ്കയാണ് ഒരു പരിധിവരെ BJPയുടെ വിജയം കേരളത്തിൽ ഇല്ലാതാക്കുന്നത്. എന്നാൽ വോട്ട് ചെയ്താൽ വിജയിക്കുമെന്ന് തിരുവനന്തപുരം കാട്ടിത്തരുന്നു. അങ്ങനെ വിജയിച്ച് അധികാരത്തിൽ വന്നാൽ ഈ പറയുന്ന 51 വാർഡുകളിലും വാർഡ് സഭകൾ പൂർത്തിയാക്കിയതുൾപ്പെടെയുള്ള സദ്ഭരണത്തിൻ്റെ ലക്ഷണങ്ങൾ കേരളം കണ്ടു തുടങ്ങുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിലും കേരളത്തിൽ 6 മേയർമാർ ഇപ്പോഴുണ്ട്. ഇതിൽ അറിയപ്പെടുന്നത് VV രാജേഷിനെ മാത്രമാണ് എന്ന വസ്തുത നമ്മൾ മറന്നുകൂടാ. എന്തായാലും അദ്ദേഹം ഒരു BJP മേയറാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ലക്ഷണങ്ങൾ ഇന്നിപ്പോൾ ജനങ്ങൾക്ക് കാണാൻ കിട്ടിത്തുടങ്ങിയിരിക്കുന്നു. ആ സദ്ഭരണത്തിൻ്റെ ലക്ഷണങ്ങൾ പൂർണ്ണമായും പൊതുജനങ്ങൾക്ക് മുന്നിൽ തെളിവായി വച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ കൗൺസിലർമാർ ദില്ലിയിലേക്ക് യാത്ര ചെയ്യുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണുമ്പോൾ അവർക്ക് തീർച്ചയായും ഇവിടുത്തെ വികസന സ്വപ്നങ്ങളെക്കുറിച്ച്, ജനങ്ങളിൽ നിന്ന് നേരിട്ട് ലഭിച്ച വികസന സ്വപ്നങ്ങളെക്കുറിച്ച് പറയാനുണ്ടാവും. അവർ അത് പറയുകയും തിരുവനന്തപുരത്തെ സ്വപ്നതുല്യമായ, അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നഗരങ്ങളിൽ ഒന്നാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ, ആ ശ്രമങ്ങൾക്കുള്ള പിന്തുണ അത് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും അവർക്ക് ലഭിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.